അപ്പോൾ ഹായ് ഗൈസ്, നമ്മൾ എന്നിട്ടൊരു പുതിയ വീഡിയോ ആണ്. നമ്മൾ KSRTC വയനാട് കട്ടപ്പന കുമ്മളിയുമായിട്ടൊരു ടൂറല്ല, ഒരു ട്രിപ്പ്, ചെറിയൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു പള്ളിയുടെ അടുത്തുകൊണ്ടാണ് ഇവരെയൊക്കെ ഇറക്കേണ്ട. അപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. പക്ഷേ ഇപ്പോൾ ജൂൺ 15 ആയല്ലോ, മെയ് അല്ലേ ആയോ. അതോടെ നമുക്ക് മെയ് വരെ ടിക്കറ്റ് എടുക്കാം. ജൂൺ 15 ആകുമ്പോൾ നമുക്ക് ഇതെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡ് വേണമെങ്കിൽ ഒരു KSRTC മോഡ് ലിവറി എന്ന് പറഞ്ഞ ഒരിത് വേണം. അത് ഒരു ആപ്പ് വേണം. അതിൽ കയറിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ KSRTC കുറേ കാണും. അതിൽ ഏതിലോ ഒന്നിലാണ് ഇതിൻ്റെ ലിവറി മോഡും കിടക്കുന്നത്. അപ്പോൾ അതിൽ ഇഷ്ടമുള്ളവർ പോയി എടുക്കുക. അപ്പോൾ ഞാൻ ഈ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ വണ്ടി സെൻസിറ്റിവിറ്റി കുറവാണ് കേട്ടോ. നമ്മൾ വളയ്ക്കുമ്പോഴേ വളയൂല അത്രയ്ക്ക്. അപ്പോൾ ഇവരെയൊക്കെ നമുക്കൊരു പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഇറക്കുക. എന്നെ കണ്ടില്ലേ? അയ്യോ ഇടിച്ചേനെ. ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, ഇവിടെ അടുത്തായിട്ട്. എനിക്കറിയാം, ഇതാ ഇവിടെ അടുത്ത്. അതോ ഇരിക്കുന്ന ആൾക്കാർ നിൽക്കണം. ഇവിടെ അല്ല കേട്ടോ, കുറച്ചും കൂടി പോകണം. ഇവിടെ അടുത്തായിട്ട് തന്നെ. വാ, ഇവിടെ ആയിട്ടാണ് സ്റ്റോപ്പ്. ഇതാണ് ഒരു കൂട്ടം കൂടി ആൾക്കാർ നിൽക്കുന്നത്. അതാണ് നമ്മളെ ബസ്സിൽ കയറുന്ന ആൾക്കാർ. ഇപ്പോൾ ടെർമിനൽ ആൻഡ് സ്ട്രീറ്റ് എടുത്താൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊരു നല്ല ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് KSRTC ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് സൂപ്പർ ഫാസ്റ്റിനെ കാട്ടി വയനാടാണ് കേട്ടോ ഇഷ്ടം. വയനാട് കിടിലാണ് കേട്ടോ. ആ കളറും ആ ഡ്രൈവിങ്ങും സ്കില്ലൊക്കെ എനിക്ക് റിയലിസ്റ്റിക്കാണ് ഈ ഗെയിമിൽ. KSRTC ഞാൻ കളിച്ചപ്പോൾ എനിക്ക് റിയലിസ്റ്റിക്കായിട്ട് തോന്നി. പക്ഷേ ഈ ബസ്സിന് ഇതില്ലെന്ന് തോന്നുന്നു, വളയ്ക്കുമ്പം അത്രയ്ക്ക് വളയൂല. അപ്പോൾ റെഡ് ലൈറ്റ് എത്തി, നമുക്കിങ്ങനെ പാലിച്ച് പോവാം. എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും പാലിക്കാതെ പോവാം. അപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇങ്ങനെ എങ്ങനെയുണ്ട്? ഇവിടെ കുറേ ഉണ്ട് കേട്ടാ പോവാൻ. അയ്യോ തട്ടിയില്ല, ജസ്റ്റ് മിസ്. അവ എവിടെ കൊണ്ട് കയറ്റി തന്നു. റെഡ് ലൈറ്റ് കത്തിയിട്ട് നമ്മളെടുത്തോണ്ട്. നമുക്ക് KSRTC ഡ്രൈവർ ആയതുകൊണ്ട്, നമുക്ക് ഗവൺമെൻറ് ആയതുകൊണ്ട് എവിടെ വേണോ ഇങ്ങനെ പാടിക്കാതെ പോകാം. അതുകൊണ്ട് കുഴപ്പമില്ല. നാട്ടുകാരുമല്ലോ പറയുന്നേ ഉള്ളൂ. ആണെന്നും വലിയ കാര്യമാക്കണ്ട. ലോഡിങ് മാപ്പ് വന്ന്. ഇപ്പോൾ പുതിയ ലോഡിങ് മാപ്പ് വന്നേ. മറ്റേ പണ്ടത്തെ ഒരു ലോഡിങ് മാപ്പ് ഉണ്ടല്ലോ, അത് വന്നു. എനിക്ക് ഇങ്ങനത്തെ ലോഡിങ് മാപ്പാണ് കേട്ടോ ഇഷ്ടം. കൊള്ളാല്ലേ? അപ്പോൾ ഞാൻ ബസ് സിമുലേറ്റർ ഇന്ത്യ കയറ്റണമെന്നാണ് വിചാരിക്കുന്നത്. രണ്ടും ഒരുപോലത്തെ ഗെയിമായതുകൊണ്ടേ എനിക്ക് വെള്ളം കുടിക്കുന്ന കുപ്പിയൊക്കെ ഇരിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ ദാഹിക്കണം. ഇവരെ കുറച്ചൊരു പള്ളിയുടെ അടുത്താണ് കൊണ്ട് ഇറക്കേണ്ടത്. എന്തൊരു ചെയ്യുന്ന. ഈ ബസ്സാണെങ്കിൽ ഭയങ്കര പതുക്കെയാണ് പോകുന്ന. ബസ്സിന് എന്താ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഓണർ പറഞ്ഞു, ഇത് നമ്മളെ ബസ്സല്ല കേട്ടോ, ഇതിൻ്റെ ഓണർ നമുക്ക് തന്ന ബസ്സാണ്. ഇതിൻ്റെ ഓണർ വന്ന് ഈ ബസ് ചിലപ്പോഴൊക്കെ വല്ലതും പറ്റും, അതിന് കുറേ പ്രാവശ്യം ചെയ്താലേ പറ്റും. അപ്പുറത്തൊരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, അതിനെ കട്ട് ചെയ്ത് കേട്ടോ. അതുകൊണ്ട് ഒന്നും കൂടി പോവാം. കട്ട് ചെയ്താൽ പൈസ കുറയും.
ചിലപ്പോഴേക്ക് ഓണം വന്ന് ചിലപ്പോഴേക്ക് ഈ ബസ് സ്റ്റാർട്ടാവത്തില്ല, ഓഫാക്കുമ്പോഴേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് മിനിറ്റ് സ്റ്റാർട്ടാക്കിയിട്ട് ഓണാക്കി നോക്കാം. എന്താ കാര്യം, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കട്ടെ, ഞാൻ ഒന്ന് ശരിയാക്കാം. എന്നിട്ട് നമുക്ക് ഓണറിൻ്റെ വണ്ടിയല്ലേ, അപ്പോൾ ഒന്ന് ശരിയാക്കട്ടെ. നമുക്ക് ശരിയാക്കണ്ട, കത്തിച്ച് വിടാൻ വണ്ടി. ഈ വണ്ടി നമ്മൾ നേരത്തെ 167 പോയേ. പക്ഷെ ഇപ്പം ഇപ്പോൾ നല്ല സ്പീഡ് കുറവ്. ഈ ബസ്സിൽ ഒട്ടും കൺട്രോളില്ല, അതാണ് സീന്. എനിക്കിതാ ഈ സ്ഥലം കേട്ടോ ഇഷ്ടം. നോക്കിക്കോ, ഈ ബസ്സിൻ്റെ സ്പീഡ്, ടോപ്പ് സ്പീഡ് കാണിച്ചു തരാം. വണ്ടിയൊക്കെ നല്ല കുറവാണ്, പക്ഷെ ഇവിടെ വെച്ച് ഈ വണ്ടിയുടെ കൺട്രോൾ പോയാൽ ഞാൻ അല്ല ഉത്തരവാദി. ഈ KSRTC വേനാട് ബസ്സാണ് ഉത്തരവാദി. ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കാം. അത്യാവശ്യം തിരക്കില്ല, എന്നാലും കുറച്ച് തിരക്കുണ്ട്. അപ്പം നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെ വെച്ച് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നേരെയുള്ള താഴ്ന്ന റോഡായതുകൊണ്ടേ ഇവിടെ വെച്ച് ട്രൈ ചെയ്യാൻ പറ്റും. 147 പോയി. ഇനിയും പോകും കേട്ടോ ഈ ബസ്. തട്ടിയിരുന്നു. ഞാനെന്താ മറ്റേ ഇടയിൽ കൂടി കയറ്റിയ, നമ്മൾക്കൊന്നും പറയൂലല്ലോ നമ്മൾ കയറ്റിയാലും. ചെയ്യാൻ നമ്മൾ ഭയങ്കര പ്രൈവറ്റ് ബസ്സിനാണെങ്കിൽ എന്തൊരു ചെയ്താലും അവിടെ പപ്പ പോയി എന്തെങ്കിലും പറയും. നമുക്ക് അടുത്ത ഏത് ബസ് കിട്ടണമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഇതേപോലത്തെ നല്ല നല്ല കണ്ടൻറ്റ്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടി കയറണില്ലല്ലോടെ, ഇതെന്തൊരു പതുക്ക. ആക്സിലേറ്റർ ചവിട്ടണ എനിക്ക് അറിയാവൂ എത്രത്തോളം ചവിട്ടണമെന്ന്. അപ്പോൾ 100 101 102. അയ്യോ, ചാർജില്ല ഫോണിൽ. കുഴപ്പമില്ല. വണ്ടിയുടെ കൺട്രോള് പോയേട്ടാ. അയ്യോ, ഞാൻ വിടാതെ ഇടയ്ക്ക് പോണു. അയ്യോ കമ്പി. അയ്യോ ആ ട്രക്കിൽ തട്ടല്ല. അയ്യോ, ജസ്റ്റ് മിസ് കേട്ടാ. ട്രക്കിലൊന്നും തട്ടാതെ. ഇവിടെ ഒരു കമ്പിയുള്ള ട്രക്കാണ്, അവിടെയും തട്ടിയില്ല. ഭാഗ്യം. വളച്ചും തിരിച്ചും കളിക്കുക, അപ്പോഴത്തേക്ക് അത് ശരിയായിക്കോളും. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ്. അയ്യ, എന്തൊരു പാടടേ ഈ ബസ് ഓട്ടിക്കാൻ. ഫുള്ള് ലോഡ് ആൾക്കാരായോണ്ടേ. അയ്യോ, ഈ ബസ് എന്തൊരു ഇങ്ങനെ. ഞാൻ പോലും അങ്ങനെ ചെയ്തിട്ടില്ല, താനേതും അങ്ങനെയൊക്കെ പോകണം. അത് ഫസ്റ്റ് തൊട്ട് അത് കണ്ടു. ഞാനല്ല ചെയ്തത്, താനേ പോയതാണ്.
അത് കൈ തട്ടിപ്പോയതാണ് കേട്ടോ എൻ്റെ. ഞാൻ താഴെ പോയിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അയ്യോ തലവേദന എടുക്കണം ഈ ബസ് ഓട്ടിച്ച്. ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ കഴിഞ്ഞ ഒരു പുട്ടുവണ്ടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മളെ സ്വന്തം ബസ്സായിരുന്നു കേട്ടോ. നമ്മളെ സ്വന്തം ബസ്സായിരുന്നു. പക്ഷേ ഇത് നമ്മളെ സ്വന്തം ബസ്സല്ല, ഇത് നമ്മളെ ഓണറിൻ്റെ ബസ്സായിരുന്നു. നമ്മൾ ഈ ബസ് ഇതേപോലത്തെ ഒരു ബസ് വാങ്ങാൻ പോയാണ് കേട്ടോ. വാങ്ങാൻ പോകുന്ന ചുമ്മാ പറഞ്ഞത് കേട്ടാ ഞാൻ. വണ്ടി എന്ത് പെട്ടെന്ന് നിന്നത്. അവിടെ സ്റ്റോപ്പുണ്ടാ. കറക്റ്റ് അവിടെ വെച്ച് വണ്ടി പെട്ടെന്ന് നിന്ന്. കയറ് എല്ലാവരും കയറ്. പതുക്കെ കയറ്. ഈ കുട്ടി എന്ത് കയറാത്തത്? വണ്ടി സ്റ്റാർട്ടാവണില്ലടേ. സ്റ്റാർട്ടായി. വീണ്ടും ഓഫായി. ഈ വണ്ടി സ്റ്റാർട്ടാവണില്ല ചേട്ടാ. അയ്യോ തീന്ന് നമ്മൾ. അയ്യോ സ്റ്റാർട്ടാവണില്ലടേ. എന്തൊരു ചെയ്യും? ഓണറിൻ്റെ നമ്മളെടുത്ത് ഒന്ന് തീർക്കും നമ്മളെ ഓണർ. അയ്യോ എനിക്ക് അടികൊള്ളാന്നും വയ്യ. എന്തായാലും ആ പള്ളി എത്താറായി കേട്ടാ. ഇതാ ഇരിക്കുന്ന ആ പള്ളി. ഇതാണ് ആ ഒരു ചെറിയൊരു പള്ളി. ഇതിൻ്റെ അകത്താണ് ആ ചെറിയ പള്ളി. വണ്ടിയുടെ മാസ് എൻട്രി നല്ല ഇഷ്ടപ്പെട്ടേട്ടാ. 1:25. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല കണ്ടൻറ്റ്സ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബായ്. അപ്പോൾ നമുക്ക്